വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിലെ ശാരദാമ്മ വന്ന് പറഞ്ഞല്ലോ രോഹിത്തിനെ കുറച്ച് ദിവസം അവിടെ നിർത്തണമെന്ന്. അതിനുശേഷം ശാരദാമ്മ തിരികെ പോകുന്നുണ്ട്. അന്നേരമാണെങ്കിൽ രോഹിത്ത് അവിടെ വീട്ടിൽ നിന്നും ഇറങ്ങാനായിട്ട് പോവുകയാണ്. അന്നേരം സത്യഭാമ വിളിക്കുന്നുണ്ട്. കുറച്ച് പൈസ രോഹിത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം എന്നാടാ ഇത് വച്ചോ എന്ന് പറയുകയാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ പണമില്ല എന്ന് കരുതി മാറി നിൽക്കരുത്. അവിടെ എന്തെങ്കിലും കണ്ടും കേട്ടുമൊക്കെ അറിഞ്ഞ് സഹായിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട്. അത് അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സത്യഭാമയാണെങ്കിൽ കുറച്ച് പൈസ രോഹിത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം ആ ഒരു സ്നേഹം കണ്ടിട്ട് രോഹിത്ത് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഭാമയെ നോക്കി നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ അവിടെ മഹേന്ദ്രൻ്റെ വീട്ടിൽ ചന്ദ്രയെ പെണ്ണ് കാണാനായിട്ട് പിന്നെ ഒരു കൂട്ടർ വരും എന്നുള്ളത് മഹേന്ദ്രനാണെങ്കിൽ നിർമ്മലയോടും ചന്ദ്രയോടും പറയുകയാണ്. അന്നേരം ചന്ദ്ര ആകെ ഇങ്ങോട്ട് ടെൻഷനാവുന്നുണ്ട്. എനിക്കിപ്പോൾ കല്യാണം വേണ്ട എന്നിങ്ങനെ ചന്ദ്ര പറയുകയാണ്. അന്നേരം അത് നീയാണോ തീരുമാനിക്കുന്നത്, ഇവിടെ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് മഹേന്ദ്രനാണെങ്കിൽ അവിടെ ചന്ദ്രയും സംസാരിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. പിന്നെ അതിന് ശേഷം കാണിക്കുന്നത് ചന്ദ്ര ഇങ്ങനെ റെഡിയായി നിൽക്കുന്നതാണ്. സാരിയൊക്കെ എടുത്ത് അവർ വരുമ്പോൾ പെണ്ണ് കാണലിനുള്ള റെഡിയായി തന്നെ നിൽക്കുകയാണ്. പക്ഷെ എന്നിട്ടും ആ ചന്ദ്രയുടെ വിഷമം കണ്ടിട്ട് നിർമ്മല കാര്യം തിരക്കുന്നുണ്ട്. അന്നേരം എനിക്ക് വേറൊരു ഇഷ്ടമുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതും കേട്ട് നിർമ്മല ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ശിവനാണെങ്കിൽ അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം കാണിച്ചു. അപ്പോൾ ഇത് മകളും ഇതുപോലെ എന്നറിയുമ്പോൾ നിർമ്മല ഇങ്ങനെ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളൊരിതിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. പെണ്ണ് കാണാൻ വരുമോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല. പക്ഷേ പിന്നീടുള്ള സീൻ കാണിക്കുന്നത് ചന്ദ്രയാണെങ്കിൽ ശിവനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ശിവനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. വിവാഹകാര്യം ഇങ്ങനെ കല്യാണം ആലോചിക്കുന്നുള്ളതും പക്ഷേ തനിക്ക് വേറൊരു ഇഷ്ടം ഉണ്ട് എന്നുള്ളത് ചന്ദ്ര അവിടെ ശിവനോട് പറയുകയാണ്. എല്ലാം കേട്ട ശേഷമാണെങ്കിൽ ശിവൻ പറയുകയാണ്, അത് ശരി, അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലേ നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ആരാള് വല്ല വേലയും പണിയൊക്കെ ഉള്ള ആളാണോ എന്നിങ്ങനെ ശിവൻ പിന്നെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ഡോക്ടറാണ്, പേര് പ്രകാശ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പക്ഷേ ശിവനാണെങ്കിൽ അവിടെ ചന്ദ്രയുടെ കൂടെ തന്നെ നിൽക്കും. പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഈ പ്രകാശം എന്ന് പറയുന്നത് ഇനി ശാലിനി പഠിപ്പിച്ച് ഡോക്ടറാക്കിയ ആളല്ലേ. അപ്പോൾ ശാലിനിയോട് നേരത്തെ പ്രകാശം പറഞ്ഞല്ലോ ചേച്ചിയായിട്ട് പോയി അവിടെ പോയി പെണ്ണ് ചോദിക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ അതിനി മഹേന്ദ്രനും ശാലിനിയും തമ്മിൽ കാണുന്നൊരു സീനായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഇനി ശിവൻ്റെ സഹോദരിയാണ് എന്നൊക്കെ ശാലിനി അറിയുമ്പോഴുള്ള ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അത് വരുന്നത്. പക്ഷേ അതൊക്കെ സെറ്റാവുകയാണ് ചെയ്യുന്നത്. ശിവനും പിന്നെ ശാലിനിയും കൂടി ആ ഒരു വിവാഹത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യുകയാണ്. ഇതിനോടകമാണ് അവിടെ ആ ഒരു റസാഖാണെങ്കിൽ പിന്നെ ആ ഒരു പനീർ ശെൽവത്തിൻ്റെ ആ ഒരു മകളാണെങ്കിൽ ഇവിടെ പിന്നെ രേഷ്മയുടെ ടെക്സ്റ്റൈൽസിൽ നിൽക്കുന്നല്ലോ, ആ വഴിക്ക് ശാലിനിയുമായിട്ടൊരു അന്വേഷണം പോവുകയൊക്കെ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു സത്യാവസ്ഥയൊക്കെ വെളിയിൽ കൊണ്ടുവരും. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.